ഈ പോക്ക് പോകുമ്പോഴും അങ്ങേയറ്റം സുരക്ഷിതമായ ലോക നേതൃത്വത്തിന്റെ അവകാശമുള്ള ഒരു മഹാവേദിയിലാണ് നിങ്ങൾ സമ്മേളിച്ചിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ പട്ടണത്തിലാണ് നിങ്ങൾ പാർക്കുന്നത്, ദേശത്താണ് നിങ്ങൾ പാർക്കുന്നത്. ഹജ്ജിനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു മഹാപണ്ഡിതൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്നറിയുമോ? ഹജ്ജിന് ആളുകൾ മുസ്ലിം സമുദായം ഈ പ്രദേശത്ത് വന്നു പോകുമ്പോ, മക്കയിലും മദീനയിലും വന്നു പോകുമ്പോ അള്ളാഹു അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തത്വങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തത്വം നിർഭയമായ നഗരത്തോടുള്ള ബന്ധം നിങ്ങൾ സ്ഥാപിക്കണമെന്നാണ്. ഈ പ്രദേശം നിർഭയമാണ്, ഈ പട്ടണങ്ങൾ നിർഭയമാണ്, മക്ക നഗരി നിർഭയമാണ്, മദീന നഗരി നിർഭയമാണ്. ഭയമില്ലാത്ത, ആശങ്കയില്ലാത്ത, ബേജാറില്ലാത്ത, ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടാത്ത രണ്ട് നഗരങ്ങൾ, ലോകത്തിന്റെ രണ്ട് മനോഹരമായ കണ്ണുപോലെ രണ്ട് ഹറം ഷരീഫുകൾ അല്ലാഹു ഭൂമിയുടെ മീതെ വെച്ചുകൊണ്ട് പറയുന്നു, ലോക ജനതയെ നിങ്ങൾ ഈ രണ്ട് കണ്ണിനെ എപ്പോഴും കണ്ണു തുറന്ന് കാണണേ, ആ നഗരങ്ങളോട് ബന്ധപ്പെടണേ. അതുകൊണ്ട് നിർഭയത്വത്തെ ഉൾക്കൊള്ളാനാണ് ഹജ്ജിന്റെ ഒരു പാഠമെന്ന് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിർഭയത്വമാണ് ഈ പട്ടണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ നിർഭയത്വത്തെ പരിചയപ്പെടുത്താനാണ് ഹജ്ജിനെ മുസ്ലിം സമുദായത്തിൽ അല്ലാഹു വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശം. അത് ഏതുവരെ തുടരും ഈ നിർഭയത്വം? ലോകാവസാനം വരെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിലെ എന്റെ സഹോദരന്മാരോട്, എന്റെ നാട്ടുകാരോട് ഹൃദയം തുറന്ന് പറയുന്നത്, ഇവിടെ പാർക്കുന്ന ഓരോ നിമിഷത്തിന്റെയും മഹത്വവും മാഹാത്മ്യവും വേണ്ട പോലെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അവസാനം വരെയും ഈ നിർഭയത്വം തുടരേണ്ടതാണ്, വിഘ്നമില്ലാതെ തുടരേണ്ടതാണ്. ലോകാവസാനത്തിന്റെ സമയത്ത് പോലും ഈ നിർഭയത്വം തുടരേണ്ടതാണ്. എങ്ങനെയാണ് ലോകാവസാനത്തിന്റെ സമയത്ത് തുടരുക? ദജ്ജാൽ വരുന്ന സന്ദർഭത്തിൽ പോലും ഈ പ്രദേശങ്ങളും ഈ പട്ടണങ്ങളും ഈ രാജ്യവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, ലോക സമൂഹത്തിനിടയിൽ അതിന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കും.